അപ്പോൾ മഹാനായ അബൂനാബുൽ ബഷർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വർഗത്തിൽ നിന്നും അവിടുന്ന് പിരിഞ്ഞാട്ടിപ്പുറത്താക്കി, പഴം ഭക്ഷിച്ചതിൻ്റെ കാരണത്താൽ. അങ്ങനെ നബി ആദമും ഇണയും പിരിഞ്ഞതിൽ പിന്നെ ഒരുമിച്ചു കൂടിയ ദിവസവും ഇതു തന്നെ. ആദം നബി മൗത്തായ ദിവസം വെള്ളിയാം, ഇജാബത്തിൻ്റെ ഒക്കെ തന്ന് വ്യക്തം തന്നെയാ. അത് അന്ന് പകലവസാന സമയം എന്ന നബി ആദമെ സൃഷ്ടിച്ച വക്തതു തന്നെ. തൻവീഹിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ, 103 വ്യക്തമായി പറയുന്നതാ. കൂടാതെയും പല കൗലുകൾ അതിലുണ്ട് എന്നുള്ള വിവരം തുഴ്ഫയിൽ കിടപ്പുണ്ട്. സെക്കൻഡ് സമയം മാത്രമാണ് അതിനുള്ളത്. അത് എപ്പോഴാണ് അതിൽ ഇഖ്തിലാഫാണുള്ളത്. റബ്ബിൻ്റെ സൽക്കാരം കൊടുക്കൽ അന്ന് സ്വർഗത്തിലും ഈ ദിവസമായി അറിയുന്നേ. അവനുള്ള സൽക്കാരം പൊരുത്തം തന്നെ, അതുതന്നെ വിജയിലും ഉപരി വിലയം പൊന്നേ. ഇത് തൗബയിൽ നീ നോക്കിയാൽ കാണുന്നതാ. 73 ആയത്തിൽ വിവരിച്ചതാ. ഈ ദിവസത്തിന് ജുമുഅ എന്നൊരു നാമവും പേരിട്ടത് ഇബ്നു അലി കഅബാണാദ്യവും എന്നുള്ളതും ബാജൂരിയിൽ കാണുന്നതാ. 218 ബയാൻ ചെയ്യുന്നതാ. ഇത് അറഫയേക്കാൾ അഫ്ളലാണെന്നുണ്ട്. അഹമ്മദ് ഇമാം തങ്ങൾക്കതിൽ തന്നുണ്ട്.